ലൈറ്റ് ടു ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മൾ ഇന്നൊരു സ്മാർട്ട് ലോകത്തിലാണ് ജീവിക്കുന്നത്, അല്ലെ? നമുക്ക് എല്ലാവർക്കും സ്മാർട്ട് ഫോൺ വേണം, എല്ലാ കാര്യങ്ങളും സ്മാർട്ട് വേണം, സ്മാർട്ട് വാച്ച് ഇതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കറിയാം, ഇന്ന് ഈ ലോകത്തിൽ വിജയം നേടാനായിട്ട്, നമ്മുടെ ഈ ലോകത്തിൽ വിജയം നേടാനായിട്ട് കഠിനാധ്വാനം മാത്രം മതിയാകുകയല്ല, കാര്യങ്ങളൊക്കെ സ്മാർട്ടായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഒരു സ്മാർട്ട് രീതിയിലുള്ള പഠന ശീലങ്ങളെ കുറിച്ച് നമ്മളത് പഠിക്കാനായിട്ട് പോയി. എന്നാൽ സ്മാർട്ട് സ്റ്റഡി മെത്തേഡൊക്കെ നമ്മൾ ഇന്നാളെ പണ്ടൊരു ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. എങ്ങനെയാണ് സ്മാർട്ട് സ്റ്റഡി? അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പരീക്ഷയുടെ തലേദിവസം പുസ്തകം തുറന്ന് പഠിക്കുന്ന ഒരു പഠന രീതി തന്നെ നമ്മൾ മാറ്റണം. റെഗുലർ ആയിട്ടുള്ള പഠനിക്കുന്ന വ്യക്തികൾക്ക് നല്ലൊരു, നമുക്കറിയാം, നമ്മുടെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഒരു ഔട്ട്പുട്ട് ഉണ്ട്, അത് ലഭിക്കുന്ന റെഗുലർ ആയിട്ടുള്ള ഒരു പഠനം വളരെ പ്രധാനപ്പെട്ട. അത് നമുക്കറിയാം എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യമാടി. നമ്മളിപ്പം ക്ലാസ് തുടങ്ങിയോട് നമ്മളുടെ പഠനത്തെക്കുറിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാൻ നമുക്കുണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. അതിനുവേണ്ടി എന്താ ചെയ്യണം? നമ്മളൊരു ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്യണം. ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എങ്ങനെ ഷെഡ്യൂൾ ചെയ്യേണ്ടത്, എങ്ങനെ ഉണ്ടാക്കേണ്ടത് നിങ്ങളെ പഠിപ്പിക്കുകയും നമ്മുടെ ചാനലിന്റെ, നമ്മുടെ ഈ ടോക്കിന്റെ ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുക്കുകയും ചെയ്തിരിക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വേറെ ടൈം ടേബിൾ കാണുമായിരിക്കാം, എങ്കിലും നിങ്ങൾ ഈ ടൈം ടേബിളൊക്കെ ഒന്ന് രണ്ടും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് എത്ര മനോഹരമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് കൂടുതലായിട്ട് ചിന്തിക്കുക. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമുക്കുടെ ജീവിതത്തിൽ വളരെ കൃത്യതയോടുകൂടി ടൈം ടേബിളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് കാര്യങ്ങൾ മനോഹരമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ട് തരത്തിലുള്ള ടൈം ടേബിളുകളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട്. ഒന്നാമത് 45 മിനിറ്റ് ഉൾപ്പെടുന്ന ഒരു ടൈം ടേബിൾ. 45 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ 45 മിനിറ്റ് കഴിയുമ്പോഴും 10 മിനിറ്റ് ബ്രേക്ക് എടുക്കണം. ഇന്നാളെ നമ്മളൊരു ക്ലാസ്സിൽ അതിനെ കുറിച്ച് പറയുകയുണ്ടായി. ഒന്നാമത്തെ കാര്യം, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഷോർട്ട് ടൈം മെമ്മറിയിലേക്ക് പോവുകയാണ്. അവിടുന്ന് അത് ലോങ് ടൈം മെമ്മറിയിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് ബ്രെയിന് ഒരു സമയമാണ്, അതിന് ഇത് സഹായിക്കും ഈ 10 മിനിറ്റ് ബ്രേക്ക്. അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കാതിരിക്കേണ്ട ശ്രദ്ധിക്കുക. ഈ 45 മിനിറ്റ് ഇടയ്ക്ക് 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ്റെ അടുത്തൊരു സെഷനിലേക്കാണ് നമ്മൾ ബ്രെയിനേക്കുള്ള റിഫ്രഷ് ചെയ്ത് എംപവർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് ടൈം ടേബിൾ. ഒരു 7 തൊട്ട് 7:45 വരെ ആണെങ്കിൽ 7:45 വരെ ഒരു സെക്ഷൻ, അതിനുശേഷം 10 മിനിറ്റ് ബ്രേക്ക്, പിന്നെ അതിനുശേഷം വീണ്ടും 45 മിനിറ്റിന് മറ്റൊരു സെഷൻ, അതിനുശേഷം 10 മിനിറ്റ് ബ്രേക്ക്, മൂന്നാമത്തെ സെഷൻ കഴിയുമ്പോൾ 20 to 25 മിനിറ്റ് വരെ ബ്രേക്ക് എടുക്കണം. അതാണ് 45 മിനിറ്റ് ഉൾപ്പെടുന്ന ഒരു ടൈം ടേബിൾ. പിന്നെ 30 മിനിറ്റിന്റെ അതുപോലെ തന്നെ 30 മിനിറ്റ്, എല്ലാ 30 മിനിറ്റ് ഒരു സെഷൻ കഴിയുമ്പോൾ 10 മിനിറ്റ് ബ്രേക്ക്, അടുത്ത സെഷനിൽ വീണ്ടും 10 മിനിറ്റ് ബ്രേക്ക്, പിന്നെ മൂന്നാമത്തെ സെഷൻ കഴിയുമ്പോൾ അവിടെയും 20 മിനിറ്റ് ബ്രേക്ക്. ആ രീതിയിലേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മുടെ നല്ല രീതിയിലുള്ള ടൈം ടേബിളുകളെ നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. ഈ ടൈം ടേബിളൊക്കെ ഈ പഠനപരമായ കാര്യങ്ങൾ ഒത്തിരി പേർ റിസർച്ച് ചെയ്ത് പഠനം നടത്തി എക്സ്പെരിമെന്റ് ചെയ്ത് വിജയപ്രദമാണെന്ന് കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പരിശ്രമിക്കുക. അപ്പൊ നമുക്കൊരു ക്ലിയർ ആയിട്ട് നമ്മുടെ സ്റ്റഡിയുടെ പ്ലാൻ ഉണ്ടാക്കാം. നമ്മളൊരു ഫോക്കസ് മെഡിറ്റേഷനുണ്ട്. നമ്മുടെ പഠനം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഫോക്കസ് മെഡിറ്റേഷൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്കറിയാം, നമ്മുടെ ആൽഫ വേവ്സ് എന്ന് ഞാൻ പറയുകയുണ്ടായി, നമ്മുടെ സ്റ്റഡി മ്യൂസിക്, അത് നമ്മുടെ ചാനലിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അതിന്റെ ലിങ്ക് ആൽഫ മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്തതിന് ശേഷം, ഫോക്കസ് മെഡിറ്റേഷൻ എങ്ങനെയാണ്? ഒന്നുമില്ല, നമ്മുടെ ആൽഫ മ്യൂസിക് പഠിച്ച ശേഷം പഠിക്കുന്നതിന് മുമ്പായിട്ട് കണ്ണടച്ചിരിക്കാന് ശേഷം ഐ ആം ഫോക്കസ്ഡ് 10, ഐ ആം ഫോക്കസ്ഡ് 9. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ഐ ആം ഫോക്കസ്ഡ് എന്ന് പറയുന്നു, പുറത്തേക്ക് വിടുമ്പോൾ നമ്മൾ നമ്പർ പറയാം, അത് 10 മുതൽ 1 വരെ പിന്നിലേക്ക് കൗണ്ട് ചെയ്യുക. 2 മിനിറ്റ് എടുക്കുള്ളൂ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസ് ലെവലിനെയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യമാണ് സെൽഫ് സ്റ്റഡി. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ക്ലാസ് കാണും, ട്യൂഷൻ ക്ലാസ് ആണെങ്കിലും സെൽഫ് സ്റ്റഡിക്ക് വേണ്ടി സമയം കണ്ടെത്താനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കണം. മൂന്നാമതാണ് ഡെയിലി റിവിഷൻ. എല്ലാ ദിവസവും നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാനായിട്ട് നോക്കുകയാണ് നല്ലതാണ്. നമുക്കൊരു ഫോട്ടോഗ്രാഫിക് മെമ്മറി പാറ്റേൺ വെച്ച് റിവൈസ് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ നല്ലതായിരിക്കും. നമ്മളത് ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം പഠിച്ചിരിക്കുകയാണ്, ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കുകയാണ്, നമ്മളത് കിടന്നുറങ്ങുന്നതിന് മുമ്പ് നമ്മൾ റിവൈസ് ചെയ്യാനായിട്ട് പോവുക. ഫോർ എക്സാമ്പിൾ അതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എങ്ങനെയാണ്? ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്ത് ഒരു പ്രാവശ്യം കണ്ണ് പതുക്കെ തുറന്ന് കണ്ണിൻ്റെ കൃഷ്ണമണി ഇങ്ങനെ നമ്മുടെ കണ്ണിനിങ്ങനെ മുകളിലേക്ക് വെക്കുക. അതിനുശേഷം നമ്മൾ പഠിച്ച കാര്യം ഒന്ന് ഓർക്കാനായിട്ട് തുടങ്ങുക. അതിനുശേഷം കണ്ണടച്ചിരുന്ന് ഓർക്കുക. ഓർത്തതിന് ശേഷം കണ്ണ് തുറന്നത് പറയുക. അപ്പോൾ അത് ബ്രെയിനിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക. നമ്മൾ പരീക്ഷയുടെ സമയത്ത് മറന്നുപോയ ഈ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് ഒരു സെഷൻ എടുക്കുന്നതാണ്, എങ്ങനെയാണ് നമുക്ക് ഫോട്ടോഗ്രാഫിക് മെമ്മറി പാറ്റേൺ ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ആദ്യം പറഞ്ഞ സ്റ്റഡി മെഡിറ്റേഷൻ ചെയ്യുക.
ആ പോസിറ്റീവ് അഫർമേഷൻ വായിച്ചതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങുക. ഇങ്ങനെ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറയാൻ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ടൈം ടേബിളുകളെയും കാര്യങ്ങളെയും ക്രമപ്പെടുത്തി പഠനങ്ങളെ മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അതോടൊപ്പം നമ്മൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു അല്പസമയം റെസ്റ്റ് എടുക്കാനായിട്ട് പറ്റുമെങ്കിൽ റെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. നമുക്കറിയാം സാർ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ 8 മണി മുതൽ ചിലപ്പോൾ 1 മണി വരെ, അല്ലെങ്കിൽ 8 മണി തൊട്ട് 4 മണി വരെ, 9 തൊട്ട്, അങ്ങനെ കുറേ സമയം നമ്മൾ സ്കൂളിലാണ്. തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിന് കുറച്ച് റെസ്റ്റ് ആവശ്യമാണ്. അങ്ങനെ ഈ ബ്രെയിനിൽ റെസ്റ്റ് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് പഠനങ്ങൾ പറയാം, നമുക്ക് വീണ്ടും ഊർജ്ജം വീണ്ടെടുക്കാനും ശ്രദ്ധ നിലനിർത്താനും ഈ ഒരു 35 to 40 മിനിറ്റ് വരെ നമ്മൾ എടുക്കുന്ന റെസ്റ്റുകൾ നമ്മളെ സഹായിക്കും. അത് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്നതിനെ കുറിച്ചാണ് വളരെ വ്യക്തമായിട്ട് പഠനങ്ങളൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് സ്നേഹമുള്ള കൂട്ടുകാരെ, ഈ ഒരു അക്കാഡമിക് ഇയറിൽ നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കാനും അതനുസരിച്ച് നമ്മുടെ പഠന രീതികളൊക്കെ മുമ്പോട്ട് പോകാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും വിജയം നിറഞ്ഞ ഒരു അക്കാഡമിക് ഇയർ ആശംസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.